ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് കുളനടയിലുള്ള ആരോഗ്യ നികേതനം ഹെൽത്ത് പാർക്കിലേക്കാണ്. ഇത് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ട് വരുവേ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നടത്തുന്ന വിജയകുമാർ സാറാണ് ഈ ഹെൽത്ത് പാർക്ക് നടത്തുന്നത്. നമ്മൾ ഒരുപാട് നാളായിട്ട് ഇവിടെ വരണം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത് ഇങ്ങനെയൊരു പാർക്കുള്ള കാര്യം പോലും ഞാൻ തൊട്ടടുത്ത സമയത്താണ് അറിഞ്ഞത്. അപ്പം ഞങ്ങളന്ന് വൈകിട്ട് ഇപ്പോൾ 4 മണിയായി, 4:30 ആയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഇന്ന് വൈകിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം ഇവിടെ വന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇവിടെ അപ്പുറത്ത് പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് ഒന്ന് ടിക്കറ്റ് എടുക്കാൻ വന്നേ. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്. പിന്നെ നമ്മുടെ സ്ഥലം, പേര്, ഫോൺ നമ്പർ അതെല്ലാം ഇവിടെ എഴുതി കൊടുക്കണേ. നമ്മളതൊക്കെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഇവിടെ പാർക്കിങ്ങിന് ഒരുപാട് സൗകര്യമുണ്ട് കേട്ടോ. മുകളിൽ നിന്ന് വരുമ്പോഴേ പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞങ്ങളപ്പോൾ തൊട്ട് താഴെയായിട്ട് ഇന്ന് വലിയ തിരക്കില്ലാത്തതും ഞങ്ങൾ തൊട്ട് താഴെയായിട്ട് പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പം നമുക്കുള്ളിലേക്ക് പോവാം. മുന്നോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ വലിയൊരു ബുക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ നേരം ആറതിൽ നിന്ന് വല്ലാണ്ട് വായിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഒക്കെ വായിച്ച് കഴിഞ്ഞ് നമുക്കിനി അകത്തേക്ക് കയറാമേ. ഇവിടെ നല്ല ഭംഗിയുണ്ട്. മുളക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു എൻട്രൻസ് ആണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ ഇവിടെ എന്തോ ഒരു ബോർഡിൽ ഒരുപാട് ഇവിടെ ഹെൽത്ത് പാർക്ക് ആയതുകൊണ്ട് തന്നെ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം നിന്ന് സമയമെടുത്ത് നന്നായിട്ട് വായിച്ച് പോകണമെന്നുണ്ട്. എന്നാലും നമ്മളിപ്പോൾ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. ഇനി ഒരു ദിവസം വരുമ്പോൾ നന്നായിട്ട് ഇതെല്ലാം വായിച്ച് ഫോട്ടോയൊക്കെ എടുത്തിടാമേ. അങ്ങനെ മുന്നോട്ട് നടക്കുമ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാരണം നിറയെ മരങ്ങളും ചെടികളും ഒരുപാട് കിളികളുടെയും മൃഗങ്ങളുടെയൊക്കെ കൊച്ചു കൊച്ചു സ്റ്റാച്യൂകളും. എന്താ അവിടെ ഒരു കണ്ടില്ലേ, അവിടെ ഒരു മത്സ്യകന്യകയുടെ സ്റ്റാച്ചു ഉണ്ട്, ചെറിയ കുളം പോലെ ഉണ്ടാക്കിയിട്ട്. നല്ല ഭംഗിയുണ്ടത് കാണാൻ. അപ്പം നമുക്ക് അവിടേക്കൊന്ന് പോവാതെ ഓടി അവിടേക്ക് ചെന്നു. ഒരു മത്സ്യകന്യകയുണ്ട്, അത് ചെറിയൊരു കുളമാണ്. അതിൻ്റെ അടുത്ത് ഇതേ ഒരു മീൻ പിടിക്കാൻ ഒരാളിരിക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു പ്രതിമയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ആർദ്ര ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ എഴുതി വെച്ചേക്കുന്നതൊക്കെ വായിച്ചിട്ടുണ്ട്. എല്ലാം വായിച്ചാണ് ആർദ്ര പോകുന്നത്. മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ നിറയെ മരങ്ങളായതുകൊണ്ട് നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ വൈകിട്ടാണ് വന്നത്, അതുകൊണ്ട് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡിൽ ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. എല്ലാം നമുക്ക് ഒരു ദിവസം നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ട്രിപ്പ് വരാനുള്ളൊരു സ്പേസ് ഉണ്ട്. നല്ല രസമുണ്ട്. ഇതാ അവിടെ ഒരാൾ തൂമ്പയും കത്തിയൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നൊരു സ്റ്റാച്യു ആണേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതാ മുന്നോട്ട് നടക്കുമ്പം ഇവിടെ എല്ലാം ഹെൽത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, ഫോട്ടോകളും സ്റ്റാച്യൂകളും ബോർഡുകളും അങ്ങനെ ഒരുപാട്. ഇവിടെ പിന്നെ ഒരു കോഫി ഷോപ്പുണ്ട് കേട്ടോ. നമുക്ക് ചായ, കോഫി എല്ലാം ഉണ്ട്, ഐസ്ക്രീം എല്ലാം ഉണ്ട്, സ്നാക്സ് എല്ലാം ഉണ്ട്. ഇതാ വേറൊരു സ്റ്റാച്യു. ദൂരം പഴയ കാലത്തെ ഓർമ്മകളായല്ലോ അല്ലേ. അരി ഇടിക്കുന്ന ഒരു അമ്മൂമ്മ. നല്ല ഭംഗിയുണ്ട്. ഒരുപാട് മരങ്ങൾക്കിടയിൽ നല്ല വൃത്തിയായിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കോഫി ഷോപ്പിലൊക്കെ ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞപ്പം ആരുടെയൊക്കെ കോഫിയും ചായയൊന്നും അത്ര ഇഷ്ടമല്ലേ. പുള്ളിക്കാരി മുന്നോട്ടൊക്കെ നടന്ന് മൈൻഡ് ചെയ്യാതെ. എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഇതൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു. ഇവിടെ ഇതാ ഒരു 2 കാളക്കുട്ടന്മാരും ഒരു കാളവണ്ടി. ഓടിപ്പോയി കാളവണ്ടിയുടെ അടുത്ത് തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ കാണാൻ. അപ്പോൾ അതിനെല്ലാം തൊട്ട് നോക്കുകയും അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുത്ത് തരാനൊക്കെ പറയുന്നൊക്കെയുണ്ട്. നമ്മൾക്ക് ഈവനിങ് സമയത്ത് നന്നായിട്ട് സമയം ചിലവഴിക്കാൻ പറ്റിയൊരു സ്പോട്ടായത് കേട്ടോ. ഇവിടെ അടുത്തുള്ള എല്ലാവർക്കും ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അകത്ത് എന്തൊക്കെയോ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട് ഹെൽത്തിൻ്റെ. അപ്പം ഡെയിലി വന്ന് എക്സസൈസ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്ഥലം. അവിടെ ചെറിയൊരു ജിമ്മ് പോലെയൊക്കെ എല്ലാ സെറ്റിങ്സ് ഉണ്ട്. അതിൽ പോയി അവിടുത്തെ പഴക്കൊല, മുട്ട ഇതെല്ലാം ഒറിജിനലാണോ തൊട്ട് നോക്കുവാണ്. ഒരു പഴയ ഒരു മുറുക്കാൻ കടയാണ്. അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, ഒരു പഴയ സൈക്കിൾ ഇരിപ്പുണ്ട്, എന്തൊക്കെയോ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അവളെല്ലാത്തിലും പോയി തൊട്ട് നോക്കുന്നുണ്ട്. പഴയ സോഡ കുപ്പി, പഴങ്ങൾ, മുട്ട, പല സൈസ് മുട്ടായികൾ, പഴയ കാലത്തെ എല്ലാ ഓർമ്മകളും തിരിച്ചു കൊണ്ടിരുന്ന പോലെ. അതിലിപ്പോൾ അതെല്ലാം പോയി തൊട്ട് നോക്കുകയും അവിടെ ഇരുന്നു. പഴയ ഒരു സിനിമയുടെ, ചെമ്മീൻ സിനിമയുടെ പോസ്റ്ററൊക്കെ മുറുക്കാൻ കടയിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി എല്ലാം എന്ത് ഒറിജിനലാണോ നോക്കുമല്ലോ. എല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ് ഫ്രണ്ട്സ്. എല്ലാം തപ്പി നോക്കുക. അങ്ങനെല്ലാം ഇരുന്ന് കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്നു. പിന്നെ ഒരുപാട് ചെടികളല്ല, ഫ്രൂട്ട്സും
ഔഷധ ചെടികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല ഭംഗിയാണ് ഫ്രണ്ട്സ്. ഒരു ദിവസം എല്ലാവരും ഒന്ന് വന്ന് കണ്ടിട്ട് പോകണം. നല്ല രസമുണ്ട്. പ്രകൃതി സുന്ദരമായൊരു സ്ഥലം. ഒരുപാട് ദൂരം നടന്ന് ഒക്കെ വ്യായാമമൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് നടക്കുന്നുണ്ട് ഇവിടെ. പാട്ടൊക്കെ കേട്ട് നല്ലൊരു ശാന്തമായ അന്തരീക്ഷമാണ്. ബഹളങ്ങളോ ഒന്നുമില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാവരും ഒരു ദിവസം ഒന്ന് വന്ന് നോക്കും. വൃത്തിയായിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് കാണുമ്പോൾ നമുക്കും നല്ല ഭംഗിയായിട്ട് തോന്നും. താഴെ ആറാണ്, അച്ചൻകോവിലാറാണ്. അപ്പം അതിൻ്റെ തീരത്താണ് ഇങ്ങനെ ഒരു പാർക്ക്, ഹെൽത്ത് പാർക്കുള്ളത്. എന്താ പേരമരത്തിൽ നിറയെ കുഞ്ഞു കുഞ്ഞു കാകളുണ്ടായിരുന്നു, ചെറിയ പേരമരം. അപ്പുറത്തെ ഒരു പാരിജാതം ചെടി പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്ത് മണമായിരുന്നറിയോ. ഇവിടെ പഴയ കാറ്, സ്കൂട്ടർ, ഒരു ബൈക്ക് എല്ലാം ഒരേ സെയിം കളറിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമുക്ക് അതിൻ്റെ മുന്നിലേക്ക് പോവാം. അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അധികം നേരം എടുത്തിട്ടില്ല, എങ്കിലും പെട്ടെന്നൊന്ന് വായിച്ചു പോവാം. ഒരുപാട് മുളം തണ്ടുകളുണ്ട്. നദിയിലേക്ക് അവിടേക്ക് നമുക്ക് പ്രവേശനമില്ലാതെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. മുന്നോട്ട് നടക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് മുളം കാടുകളും നിറയെ മരങ്ങളും ചെറിയ നടവരിപ്പാതയാണ്. ഇവിടെ ഒരു ബൈക്ക്, കാറ്. പഴയ കാലത്തെ വണ്ടികളെല്ലാം സൂക്ഷിച്ച്, ഡോക്ടറിൻ്റെ തന്നെ ആവണം അറിയില്ല, എല്ലാം പെയിൻ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം പോയി തൊട്ട് നോക്കുന്നുണ്ട്. എല്ലാത്തിനും തൊട്ട് നോക്കുന്നുണ്ട്. ആർദ്രയ്ക്ക് വരാനൊട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം മാർക്കോ കഴിഞ്ഞ ദിവസം പോയതോടെ ഭയങ്കര വിഷമമായിരുന്നു. 3 ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും അവൻ രക്ഷപ്പെട്ടില്ല എന്നുള്ളത് പുള്ളിക്കാരിക്ക് ഒരു ഭയങ്കര വിഷമമായിരുന്നു. കരച്ചിലായിരുന്നു. ഈ നിമിഷം വരെയും കരഞ്ഞിരിക്കുന്നുണ്ടോണ്ട് ഞാൻ പെട്ടെന്ന് ഇന്ന് ഇവിടെ വരാൻ പ്ലാൻ ചെയ്തൊന്നും ആയിരുന്നില്ല. പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാമെന്ന് ഞാൻ പറയുന്നു. മൂടൊന്ന് മാറട്ടെ ചൊല്ലി. പക്ഷേ എന്നിട്ടും എല്ലാം ഓടി നടന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും കണ്ണിൽ ഇപ്പോഴും ഒരു കണ്ണീരുണ്ട്. കണ്ണ് നിറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. അവന് കുഞ്ഞായിരുന്നല്ലോ, ഒരുപാട് ഓടിക്കളിച്ച് കൂടെ അവധിക്കാരെല്ലാം ഭയങ്കരമായിട്ട് അവൻ്റെ കൂടെ കളിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അല്ലെങ്കിൽ ആർദ്രയ്ക്ക് പട്ടിക്കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. എങ്കിലും ആ മുഖം അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല ഇതുവരെ. ആ ഒരു രാത്രിയിലൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. ആ ഒരു സങ്കടത്തിൽ. അപ്പോഴേ ആ ഒന്ന് മൂഡ് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്നത് തന്നെ. ഊഞ്ഞാലിലൊക്കെ പോയി ആടി നോക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ചെറിയ ബെഞ്ചുകളും ചെറിയ സ്റ്റൂള് പോലെ അങ്ങനെ ഒരുപാട് ഊഞ്ഞാലുകൾ, അങ്ങനെ ഇരിക്കാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് സ്വസ്ഥമായി വന്ന് ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ പാർക്കിൽ. ഇവിടെ ഒരു ചെറിയ വീട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീട്ടിലൊരമ്മ അരകല്ലിൽ അരയ്ക്കുവാണ്. അത് കണ്ടപ്പോൾ നല്ല ഭംഗി. ഞാൻ സത്യം പറഞ്ഞാൽ ആ ദൂരം നോക്കിയപ്പോൾ ഒറിജിനലാണെന്ന് വിചാരിച്ച് അവൾ ഓടിച്ചെന്ന് അതിലെല്ലാം തൊട്ട് നോക്കുക. അരകല്ലെല്ലാം ഇളക്കി നോക്കുന്നുണ്ട്, അനങ്ങുന്നുണ്ടോ എന്നൊക്കെ. ഇതെല്ലാം ഇങ്ങനെ തൊട്ട് നോക്കും. ഇതെല്ലാം ഒറിജിനലാണോ അതോ ശരിക്കുള്ളതാണോ ഭാവിയാണോ എന്തുവാന്ന്. അതെല്ലാം പോയി ഇളക്കി നോക്കുന്നുണ്ട്. അമ്മയെ പോയി തൊട്ട് നോക്കുന്നു. ടാറ്റയൊക്കെ പറഞ്ഞ് ദേഹമൊക്കെ തൊട്ട് നോക്കും ഒറിജിനലാണോ. തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഷവർമ്മ, ബേക്കറി സാധനങ്ങൾ അങ്ങനെയെല്ലാം വെച്ചിട്ട് ഒരു അപായ സൂചനയും കൊടുത്തിട്ടുണ്ട്. ജങ്ക് ഫുഡ്സ് ആയതുകൊണ്ട് അതൊന്നും കഴിക്കണ്ട എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. ഹെൽത്ത് പാർക്കാണല്ലോ, അതുകൊണ്ട് ആർദ്ര അതെല്ലാം പോയി നോക്കി നിൽക്കുന്നുണ്ട്. ആർദ്ര ഷവർമ്മയുടെ ആണ്. എന്നാലും ഷവർമ്മ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. എന്നാലും ഞാനപ്പോൾ അതൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഷവർമ്മ കഴിക്കരുതെന്ന് പറഞ്ഞത്. ഇവിടെ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്, എന്തോ ഹെൽത്തിൻ്റെ. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. നല്ല ഭംഗിയല്ലേ. ആറിൻ്റെ തീരത്തായതുകൊണ്ട് നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ. ഞാൻ സൗണ്ടെല്ലാം ഒരുപാട് സംസാരിച്ചിരുന്നതുകൊണ്ട് സൗണ്ടെല്ലാം കളഞ്ഞതാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് നടക്കാം. അവിടെ കുട്ടികളുടെ പാർക്ക്, പിന്നെ ചെറിയൊരു ജിം എന്ന് വെച്ചാൽ നമുക്ക് വൈകിട്ട് അത്യാവശ്യം വ്യായാമം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെ നമുക്ക് ഈ ചെറിയ നടവരിപ്പാതിലൂടെ നന്നായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് കുറേ ദൂരം നന്നായിട്ട് നടക്കാം. കാരണം നല്ല പ്രകൃതി, നല്ല ഭംഗിയായതുകൊണ്ട് നമുക്ക് ബോറടിക്കാതെ കുറേ നേരം നടക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുമുണ്ട്, നന്നായിട്ടെല്ലാം സെറ്റ് ചെയ്തിട്ടുമുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഈ ബോർഡുകളെല്ലാം വരുന്നവരെല്ലാം നന്നായി വായിച്ചു വേണ്ടേ പോകാൻ. ഞാനിപ്പം ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തനിയെ വന്നപ്പം ഒരുപാട് സന്ധ്യ ആകുന്നതിന് മുമ്പ് തിരിച്ചു പോകണം. അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇങ്ങനെ ഓരോന്ന് കണ്ട് തീർത്ത് പോയി. ഇനി ഒരു ദിവസം വരുമ്പോൾ നന്നായിട്ടെല്ലാം ആസ്വദിച്ച് പോകണമെന്നുണ്ട്. അപ്പോൾ ഭൂമി ഗ്ലോബ് പോയി തൊട്ട് അതിന് ചുറ്റും അവൾ തന്നെ കറങ്ങി. കറങ്ങി വീടരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. ചാടി അവിടുന്ന് അതിങ്ങനെ എല്ലാം തൊട്ട് നോക്കല.
എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയത്തില്ല, എല്ലാം തൊട്ട് നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ മുമ്പേ കണ്ട ആ ബുക്ക് കയറി വരുമ്പോൾ കണ്ട ആ ബുക്കിൻ്റെ ഇതാണ്. ഇവിടെ കുറേ സ്റ്റാച്ചു ഉണ്ട്. ഇത് ബുദ്ധൻ്റെ ആണെന്നറിയാം, ബാക്കി ഒരുപാട് പേരുണ്ട്, എല്ലാം എനിക്കറിയില്ല. ഒരുപാട് സ്റ്റാച്ചുകളും നല്ല മനോഹരമായ അന്തരീക്ഷത്തിൽ ചെടികളുടെയൊക്കെ ഇടയിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വളരെ ഓടി നടക്കുക. അപ്പോൾ അവിടെ പുറകെ ഞാനിങ്ങനെ നടക്കുന്നതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് നടക്കാൻ ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് നടക്കാം. അങ്ങനെ നമ്മൾ വന്ന വഴിയിൽ നിന്ന് തിരിച്ച് വേറൊരു വഴിയിലേക്ക് കയറി. ഇവിടെ എന്തോരം മരങ്ങളാണ്, എന്തൊക്കെ തരത്തിലുള്ള മരങ്ങളാണെന്ന് പോലും അറിയാത്ത പോലെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. എല്ലാത്തിൻ്റെയും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ 8 മണി മുതൽ ഇവിടെ തുറക്കുന്നുണ്ട്. പിന്നെ കൂടുതലായി ആളുകൾ വരുന്നത് വൈകിട്ടാന്നേ ഉള്ളൂ. കാരണം നടക്കാനും ചെറിയ വ്യായാമം ചെയ്യാനും ഹെൽത്ത് പാർക്കിൻ്റെ തന്നെ എന്തോ ക്യാമ്പൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ചെയ്യാനും അങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ നദിയുടെ തീരത്തൂടി ഇങ്ങനെ, നദിയല്ല ആറിൻ്റെ തീരത്തൂടി ഇങ്ങനെ മുന്നോട്ട് നടക്കാം. എങ്കിലും നടക്കാൻ തന്നെ നല്ല രസമായിരിക്കത്തില്ലേ, പാട്ടൊക്കെ കേട്ട്. ഒരു 4-5 റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ദൂരമുണ്ട്. നല്ല ഭംഗിയിൽ ഉള്ള പ്രകൃതി സുന്ദരമായ സ്ഥലത്തൂടെ നടക്കാൻ നമുക്ക് തൊട്ടടുത്തുള്ളവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെയാണ് കൂടുതലായിട്ട് ആളുകളുള്ളത്. കാരണം കുട്ടികളുടെ പാർക്ക്, ചെറിയ ഊഞ്ഞാലുകൾ, പാണ്ട, കടുവ, അങ്ങനെ കുറേ എന്തൊക്കെയോ സ്റ്റാച്ചുകൾ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ കുടിക്കാനും മുഖം കഴുകാനൊക്കെ, കുടിക്കാനുള്ള വെള്ളം അപ്പുറത്തുണ്ട്, മുഖം കഴുകാനൊക്കെ ഉള്ള വെള്ളമുണ്ട്. ഇവിടെ വരുമ്പോൾ നദി ആറിലേക്കുള്ള നല്ലൊരു വ്യൂ ഉണ്ട്. ഈ ആറിലേക്ക് നോക്കി നിൽക്കാൻ നമുക്കിവിടെ ചെറിയൊരു നമ്മൾ പിന്നെയും കുഞ്ഞു പിള്ളേരുടെ പാർക്കിലേക്ക് നോക്കുന്നത്. അവിടെ 10 വയസ്സിന് താഴെയുള്ളവർക്ക് കയറാൻ പറ്റത്തുള്ള പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പോയി നോക്കുകയാണ്. അയാളുടെ അമിതവണ്ണത്തിനെക്കുറിച്ചുള്ള ഒരു സ്റ്റാച്ചു ആണത്. അതെല്ലാം വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊക്കെ താല്പര്യമുള്ളവർക്ക് നന്നായിട്ട് വന്ന് എല്ലാം കണ്ട് പഠിച്ചു പോവാം. എല്ലാം പോയി തൊട്ട് നോക്കുക. തൊട്ട് നോക്കിയില്ലെങ്കിൽ ആർക്കും ഒരു സമാധാനം ഉണ്ടാകത്തില്ല. ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട്. ആറിലേക്ക് നോക്കി നിൽക്കാൻ നമുക്ക് നല്ലൊരു വ്യൂ ഇവിടെ നിന്നാൽ കിട്ടും. അവിടെ ഇരുന്ന് നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. സന്ധ്യ സമയമാവുന്നല്ലോ, നല്ല ഭംഗി. ഓടിപ്പോയി അവിടെ ഇരുന്നു. അപ്പം ഞാനും പറഞ്ഞു കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പോകാം, നല്ല ഭംഗിയാണ്, നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് നേരം അവിടേക്ക് ഇരുന്നേ. അധികം നേരം ഇരിക്കാനുള്ള സമയമില്ല, നമുക്ക് ഇരുട്ടി വരുന്നുണ്ട്. അപ്പം വേഗം ഉണ്ട് ഈ പാർക്കിൽ. ഇവിടെ ഒരു ചെറിയ വീട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീട്ടിലൊരമ്മ അരകല്ലിൽ അരയ്ക്കുവാണേ. അത് കണ്ടപ്പോൾ നല്ല ഭംഗി. ഞാൻ സത്യം പറഞ്ഞാൽ ആ ദൂരം നോക്കിയപ്പോൾ ഒറിജിനലാണെന്ന് വിചാരിച്ച് അവൾ ഓടിച്ചെന്ന് അതിലെല്ലാം തൊട്ട് നോക്കുക. അരകല്ലെല്ലാം ഇളക്കി നോക്കുന്നുണ്ട്, അനങ്ങുന്നുണ്ടോ എന്നൊക്കെ. ഇതെല്ലാം ഇങ്ങനെ തൊട്ട് നോക്കും, ഇതെല്ലാം ഒറിജിനലാണോ അതോ ശരിക്കുള്ളതാണോ ഭാവിയാണോ എന്തുവാന്ന്. അതെല്ലാം പോയി ഇളക്കി നോക്കുന്നുണ്ട്. അമ്മയെ പോയി തൊട്ട് നോക്കുന്നു. ടാറ്റയൊക്കെ പറഞ്ഞ് ദേഹമൊക്കെ തൊട്ട് നോക്കും ഒറിജിനലാണോ. കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ 2 സൈഡിലായിട്ട് ട്രിപ്പ് പോകുന്നോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ വഴി എങ്ങോട്ടേക്കാണ് പോകുന്നത് നമുക്കറിയില്ല, നമുക്ക് നടന്ന് നോക്കാം. അങ്ങനെ നടന്ന് മുന്നോട്ട് ചെല്ലുമ്പം ഒരു ചെറിയ സ്വിമ്മിംഗ് പൂൾ പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അവിടെ 2 ഡോൾഫിൻ കുട്ടികളൊക്കെ നോക്കിയിരിപ്പുണ്ട്. ഇവിടെ ഒരു ലൈബ്രറി ആണെന്ന് തോന്നുന്നു. അതെ, ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിലായിട്ട് ഒരു ലൈബ്രറി ഉണ്ട്. നല്ല വ്യൂസാണ്. അവിടെ നിന്ന് താഴേക്ക് നോക്കി നല്ല ഭംഗിയാണ് കാണാൻ. താഴെ നെല്ലാണ്, നല്ല ഭംഗിയുണ്ട്. നിറയെ ചെടികളൊക്കെ ആയിട്ട് മനോഹരമായിട്ടൊരു ലൈബ്രറിയിലെ ബുക്കുകളൊന്നും ഒറിജിനലല്ല എങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ആർദ്ര ഓടി അവിടേക്ക് ചെന്നു. അവിടെ ഒരു ഊഞ്ഞാലിട്ടിരുന്നു. അവിടെ പോയി ഇരുന്നു ആ സ്റ്റൂളിൽ. പിന്നെ പതുക്കെ ആ ഊഞ്ഞാലിലേക്ക് ഇരുന്നു. ചാടാൻ പറ്റില്ല, പുറകിൽ ഒരു ചെറിയ അലമാരയുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സിൽ തട്ടിയും തോന്നും ചെറുതായിട്ട്. അപ്പോൾ അതിൽ നിന്ന് എഴുന്നേക്കാൻ പറഞ്ഞതിന് വീർത്തുടനെ
ആതിരയ്ക്ക് എളുപ്പം വിഷമം വരുവേ, ഇച്ചിരി തൊട്ടാ മടിയാണ്. ഉടനെ അവിടെ നിന്ന് മറിയാ കസേരയിൽ പോയിരുന്നു. അതിലിരിക്കാൻ ചെറിയ പേടിയുണ്ട്. നമ്മൾ സിനിമയ്ക്ക് പോയാലും ചാരി ഇരിക്കത്തില്ല, അതിങ്ങനെ ആടുമെന്ന് പറഞ്ഞിട്ടൊരു വല്ലാത്തൊരു ഇതിൽ പോയിരുന്നു, അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ചെറുകെ ആടിയൊക്കെ നോക്കുന്നുണ്ട്, പിടിച്ചു. അങ്ങനെ നല്ലൊരു ലൈബ്രറി ആയിരുന്നു, നല്ല രസമുണ്ടായത് കാണാൻ. മുകളിലായിട്ട് കുറേ ഫോട്ടോസും അതിൻ്റെ കുറേ എന്തൊക്കെയോ എഴുതി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാലും നല്ല വ്യൂ ആണ്. താഴെ ആ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇതിനകത്ത് കുറച്ച് ചെറിയ ചെറിയ മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒത്തിരി സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് നല്ല രസമായിരുന്നു. അങ്ങനെ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ആടി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു പോകാമെന്ന് വിളിച്ചപ്പോൾ പിന്നെ കസേര തന്നെ ഇരിക്കുക. ഞാൻ പറഞ്ഞു ഒരുപാട് സമയമാവുന്നത്, നമുക്ക് അപ്പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പം ഇതാ ഇവിടെ മുകളിലായിട്ട് ഇതാ കണ്ടില്ലേ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ലൈബ്രറി ആയതുകൊണ്ട് തന്നെ കുറേ എഴുത്തുകാരുടെയും അങ്ങനെ അവരെക്കുറിച്ചും അവരുടെ പേരുകളും ഫോട്ടോയും അങ്ങനെ കുറേ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഈറുമാടത്തിൻ്റെ അടുത്തേക്ക് പോകാമേ. ഈറുമാടം കാണാനാണല്ലോ മെയിനായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങ് വരെ നടന്ന് വന്നത്. ദൂരെ നിന്ന് ഈറുമാടം ചെറുതായിട്ട് കാണാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരു ചെറിയ രീതിയിലെ ലൈറ്റും വെള്ളച്ചാട്ടവും. ആതിര അങ്ങനെ അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കിടങ്ങുന്നുണ്ട്. ആതിരയ്ക്ക് അത്ര മൂടില്ല വരാൻ, എങ്കിലും ചെറിയൊരു വിഷമമുണ്ട് മാർക്കോടെ. അങ്ങനെ അവിടെ ഇരുന്നു, എല്ലാം വല്ലാണ്ട് പാടിയിരിക്കുന്നേ. പുള്ളി ഒരു മൂടിലേക്ക് വരുന്നില്ല. അങ്ങനെ അവിടെ ഇരുന്നു കുറച്ച് നേരം. അവിടേക്ക് ഇരുന്നിട്ട് ഞങ്ങൾ ഏറുമാടത്തിലേക്ക് കയറാമെന്ന് പറഞ്ഞു. അപ്പം ഓടി അതിൽ കയറാനുള്ള ധൃതിയാണ്, എളുപ്പം. നല്ല ഭംഗിയിലാണ് ഏറുമാടം സെറ്റ് ചെയ്തേക്കുന്നത്. ഈ മരത്തിൻ്റെ നല്ല കട്ടിയുള്ള നല്ലൊരു മരം, ആ മരത്തിൻ്റെ മുകളിലായിട്ട് ഇവിടെ കുറേ ബെഞ്ച്, എല്ലായിടവും ഇവിടെ ഒരുപാട് ബെഞ്ചുകളും സ്റ്റൂളുകളും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിരുന്ന് റെസ്റ്റ് ചെയ്യാം. നല്ല ഭംഗിയാണ്, പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് എല്ലായിടവും ഇരിക്കാം, നല്ല രസമല്ലേ. അങ്ങനെ യാത്ര ഏറുമാടത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു, അവരിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഏറുമാടത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ട്, പലതരത്തിലുള്ള ചെടികളും പലതരത്തിലുള്ള ഫ്രൂട്ട്സും. ചെറിയ ചെടികളിൽ തന്നെ നല്ല പൂക്കളും ഇലകളും ഫ്രൂട്ട്സും അങ്ങനെ ഒരുപാട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹെൽത്ത് പാർക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ എല്ലായിടത്തും ഓരോ നമ്മുടെ ഹെൽത്തിന് വേണ്ട ആരോഗ്യപരമായ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഏറുമാടത്തിലേക്ക് കയറാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരേ സമയം 6 പേർക്ക് ഈ ഏറുമാടത്തിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. CCTV ഒക്കെ ഉണ്ട്. അങ്ങനെ അവിടേക്ക് കയറി. ഞാനും തൊട്ട് പുറകെ ഏറുമാടത്തിലേക്ക് കയറി. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്ന് കാണാൻ. മൊത്തത്തിലൊരു വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു. മുളങ്കമ്പ് കൊണ്ടുണ്ടാക്കിയിട്ട് സ്റ്റെപ്പുകൾ, സ്റ്റീൽ കമ്പികളിൽ മുളങ്കമ്പ് കൊണ്ട് സെറ്റ് ചെയ്തേക്കുന്നത്, നല്ല ഭംഗിയിൽ ചെയ്തേക്കുന്നതാണേ. ഏറുമാടത്തിൻ്റെ മുകളിൽ ചെന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ചെറിയ വെള്ളച്ചാട്ടം പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ കുറേ നേരം ഞങ്ങളങ്ങനെ നിന്നു. ശനി ഞായറും ആണെങ്കിൽ മാത്രമേ നല്ല തിരക്കുണ്ടാവുന്ന ഇവിടെ ഗേറ്റിൻ്റെ അവിടെ ചോദിച്ചപ്പോഴും പറഞ്ഞു. ഇന്നിപ്പം ഒരു വർക്കിംഗ് ഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും വലിയ തിരക്കുകളൊന്നുമില്ല. ഞങ്ങൾ കുറച്ചൊരു 10-20 പേരോളമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഏറുമാടത്തിലൊക്കെ നിന്ന് വെള്ളച്ചാട്ടവും മറ്റേ പാടവും എല്ലാം കണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. താഴെ കുട്ടികൾ ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കളിക്കുന്നൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞു അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഡ്രസ്സെല്ലാം നനയും, ഒന്നാതെ ചെറിയ പരിക്കോളുണ്ട്, അപ്പം വേണ്ടാന്ന് പറഞ്ഞപ്പം അവിടെ നിന്ന് താഴേക്ക് നോക്കി നിൽക്കുക. അങ്ങനെ ഒരു ദിവസം നമുക്ക് ഒരു ദിവസമല്ല, രാവിലെ 8 മണി മുതലുണ്ടെന്നാണ് പറഞ്ഞു. ഇനി ഒരു ദിവസം നേരത്തെ വന്ന് എല്ലാം നന്നായിട്ട് കാണണം. ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അധികം എനിക്കതൊന്നും. നമുക്കിനി ഇവിടെ നിന്ന് താഴോട്ടിറങ്ങി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. താഴെ ജിമ്മൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അതൊക്കെ ഒന്ന് കണ്ട് കൊച്ചുകുട്ടികളുടെ പാർക്കുണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പം നമുക്ക് പിന്നെ നദിയുടെ തീരത്തൂടെ കുറച്ചുകൂടി ഒരുപാട് ദൂരം ഇനി നടക്കാനുണ്ട്. നമ്മൾ വളരെ കുറച്ച് ദൂരമല്ലേ ഇങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട്. അപ്പോൾ ബാക്കിയുടെ കണ്ടാം. അങ്ങനെ ഊഞ്ഞാലിൽ വന്നിരുന്നു. ഊഞ്ഞാലാടുന്നത് എപ്പോഴും ഇഷ്ടട്ടോ. എവിടെ പോയാലും ഊഞ്ഞാലായിരിക്കും ആദ്യം ഓടിപ്പോയിരിക്കുന്നത്. ഏത് പാർക്കിലും എവിടെ ഊഞ്ഞാൽ കണ്ടാലും അവിടെ ആയിരിക്കും ആദ്യം ഓടിപ്പോയിരിക്കുന്നത്.
അങ്ങനെ ഊഞ്ഞാലാടാൻ തുടങ്ങി ആർദ്ര. എന്നാലും ആട്ടി വിടാമെന്ന് പറഞ്ഞാൽ ആടത്തില്ല. ചെറിയ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കൂ, ബ്ലൂ സർക്കിള് എന്താണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് ചെറുകെ മുന്നോട്ട് നടക്കാം. ഇവിടെയെല്ലാം നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കാര്യം. നല്ല ഭംഗിയായിട്ട്, നല്ല ഒരു പൊടി പോലും ഇല്ലാതെ നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ആർദ്ര കൂടി അവിടെ കയറി ഫോട്ടോ എടുക്കാൻ പറയുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് നമുക്കറിയില്ല. വീഡിയോ എടുക്കാൻ സമയത്ത് ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ ഈ മനുഷ്യനെ കണ്ടു. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്കിലും ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയി നിന്ന് നോക്കി. അതിൻ്റെ ദേഹത്ത് എന്തൊക്കെയോ വയറൊക്കെ വെളി വന്ന് കിടപ്പുണ്ട്. എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അത് മനസ്സിലായില്ല എന്താണ്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് അപ്പുറത്തൊരു വലിയ ഊഞ്ഞാലിട്ടിട്ടുണ്ട്. അവിടേക്ക് പോകാൻ ആർദ്ര എന്നെ വിളിക്കുന്നത്. ആനക്കുട്ടി നിൽപ്പുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു പാർക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കൊച്ചു കുട്ടികൾക്ക് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരുപാട് റൈഡ് ഒക്കെ ഉണ്ട്. ഒരു അത്യാവശ്യം ചെറിയ നമുക്ക് വ്യായാമമൊക്കെ ചെയ്യാൻ വൈകിട്ട് തൊട്ടടുത്തുള്ളവർക്കൊക്കെ നന്നായിട്ട് ഉപയോഗപ്രദമായൊരു പാർക്ക് കൂടിയാണിത്. ആദ്യത്തേക്ക് അതെന്താണെന്നറിയില്ല, പോയി നോക്കി നിൽക്കുക. കയറണോ? പുള്ളിക്കാരി ഒരിത്തിരി ചമ്മലുള്ള ആളാണ്. അപ്പുറത്തിപ്പുറത്ത് കുറേ പേരൊക്കെ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിന്ന് നിൽക്കുക. അങ്ങനെ ഓരോന്നിനും തൊട്ട് നോക്കി എന്താണെന്ന് നോക്കി നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു കയറണ്ട, കയറി വീഴും. എങ്കിലും എല്ലാത്തിലും ഇതാ അവിടെയൊക്കെ ചെന്ന് കയറി നോക്കുന്നുണ്ട്. എന്തോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, എന്നാലും എല്ലാം കയറി നോക്കി. ഒന്നാതിന് മൂടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നത്. അതിന് പിടിച്ചെന്ന് കറങ്ങാൻ പറഞ്ഞപ്പം എന്തൊക്കെയോ കഴിക്കുന്നു. അവർ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി മാറി. കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കാണ്. കുറച്ച് ചെറിയ കുട്ടികളവിടെ കളിക്കുന്നൊക്കെ ഉണ്ട്. ഒരുപാടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നമ്മുടെ നാട്ടിൽ നമുക്ക് വൈകിട്ടൊക്കെ ഒന്ന് വന്ന് സമയം ചിലവഴിക്കാൻ പറ്റിയൊരു പാർക്കാണിത്. അങ്ങനെ ഈ ഫോട്ടോയാണ് ഞാൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ഫോൺ തിരിച്ച് പിടിച്ച് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഞാൻ പോസ്റ്റ് ഒന്ന് നോക്കണേ. നമ്മൾ തിരിച്ചു പോകുന്ന നേരം നമ്മൾ കോഫി ഷോപ്പിലേക്ക് വന്ന ഇവിടെ ഇതിനകത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നൊരു കോഫിയും ആർദ്രയ്ക്കൊരു ബൂസ്റ്റും കട്ട്ലേറ്റും പറഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോവാം. നമുക്കിനി വേറൊരു ദിവസം വരാം. അങ്ങനെ അടുത്തുള്ള എല്ലാവരും ഒന്ന് വന്ന് നോക്കണേ ഫ്രണ്ട്സ്. നല്ലൊരു പാർക്കാണേ, എല്ലാവർക്കും ഇഷ്ടമാവും.